അമേരിക്കയെ പൂട്ടുമെന്ന് പ്രഖ്യാപിക്കുകയാണ് വീണ്ടും ഉത്തര കൊറിയ. ഇറാൻ അധിനിവേശവുമായി പശ്ചിമേഷ്യയിൽ തിരക്കിലായിരിക്കുന്ന അമേരിക്കയെ അവരുടെ മൂക്കിൻ തുമ്പിലൂടെ വിറപ്പിക്കുന്നുണ്ട് ഉത്തര കൊറിയ. തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ഉത്തര കൊറിയ നീക്കം നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് മറുപടിയില്ല. അല്ലെങ്കിൽ അവർ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു മാസത്തെ ഇടവേളയിൽ ഉത്തര കൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോ നഗരത്തിന് സമീപത്തു നിന്നാണ് ഒന്നിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദക്ഷിണ കൊറിയയും ജപ്പാനും ചൂണ്ടിക്കാട്ടി. ഇത് കൊറിയൻ ഉപദ്വീപിന് സമീപം സമുദ്രത്തിൽ പതിച്ചതായും ദക്ഷിണ കൊറിയയും ജപ്പാനും അറിയിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ മാത്രം ഉത്തര കൊറിയ നടത്തുന്ന 4ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണിത്. ഈ വർഷത്തെ 7ാമത്തെ പരീക്ഷണവും. ഉത്തര കൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന വിവരത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയയിൽ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നതായി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉത്തര കൊറിയ തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇത്തരം പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിക്കെതിരെ UN സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ ലംഘനമാണെന്നാണ് ദക്ഷിണ കൊറിയ ആരോപിക്കുന്നത്. എന്നാൽ UNന്റെ നിരോധനം നിലനിൽക്കുകയും ഇതെല്ലാം നിരസിച്ച് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ അമേരിക്ക കാഴ്ചക്കാരായി നിൽക്കുകയാണ്. UN സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം സ്വയം പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണെന്നാണ് ഉത്തര കൊറിയയുടെ നിലപാട്. നിലവിൽ അമേരിക്ക ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഉത്തര കൊറിയ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അമേരിക്കയുടെ ശ്രദ്ധ മുഴുവനും ഇറാനിലായതിനാൽ തങ്ങളുടെ ആണവശക്തിയും മിസൈൽ ശേഷിയും നവീകരിക്കുന്നതിനുള്ള സുവർണാവസരമായാണ് ഉത്തര കൊറിയ ഇതിനെ കാണുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഉത്തര കൊറിയ തങ്ങളുടെ പുതിയ പടക്കപ്പലിൽ നിന്നും ക്രൂയിസ് മിസൈലുകളും പരീക്ഷിച്ചിരുന്നു. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ നേരിട്ടെത്തിയാണ് പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഇതിനു പിന്നാലെ ഏപ്രിൽ ആദ്യവാരം മുതൽ ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചതായും ജപ്പാനും ദക്ഷിണ കൊറിയയും ആരോപിക്കുന്നു. നോർത്ത് കൊറിയയുടെ തന്ത്രപരമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക മിസൈൽ പരീക്ഷണമാണ് കിം ജോങ് ഉൻ നടത്തിയത്. പുതിയ മിസൈൽ പരീക്ഷണങ്ങൾക്ക് ശേഷം കിം ജോങ് ഉൻ രാജ്യത്തെ പ്രശംസിച്ച് അഭിസംബോധന ചെയ്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിനാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചിരിക്കുന്നത്. നോർത്ത് കൊറിയയ്ക്ക് അവരുടെ മിസൈൽ ലോഞ്ചിൽ നിന്ന് ഈ മിസൈൽ അയച്ചാൽ അത് ആകാശം താണ്ടി അമേരിക്കയിൽ വന്ന് പതിക്കും. ഏകദേശം 10,000 കിലോമീറ്ററുകളാണ് മിസൈലിന്റെ സഞ്ചാരപഥം. അമേരിക്കയുടെ ഭൂപ്രദേശം വരെ എത്താൻ കഴിയുന്ന മിസൈലുകളുടെ ആയുധ ശേഖരം വികസിപ്പിക്കാനും നവീകരിക്കാനുമാണ് കിം ജോങ് ഉൻ നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് ഇപ്പോൾ മിസൈൽ പരീക്ഷണം നടത്തിയത് എന്ന വാർത്തകളും പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയെ അപലപിച്ച് കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിരുന്നു. US ഭീകരവാദവും ആക്രമണവും അഴിച്ചുവിടുന്നെന്നാണ് കിം അന്ന് ആരോപിച്ചത്. അതോടൊപ്പം ശത്രു രാജ്യങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കിം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തര കൊറിയയുടെ പുതിയ മിസൈൽ പരീക്ഷണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US പ്രതിരോധത്തെ പരാജയപ്പെടുത്തി ലക്ഷ്യം കാണാൻ സാധിക്കുന്ന മിസൈലുകളുടെ വമ്പൻ ശേഖരം ഉത്തര കൊറിയയുടെ പക്കലുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് നോർത്ത് കൊറിയ. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം നിയമവിരുദ്ധമാണെന്നും അപലപിക്കുന്നുവെന്നും വിളിച്ചു പറഞ്ഞ ഉത്തര കൊറിയ തങ്ങളുടെ നിലപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരസ്യമാക്കിയതും നമ്മൾ കണ്ടതാണ്.